ഒരു തെരുവുനായയുടെ വേർപാടിൽ നാടിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോന്നി ഐരവൺ നിവാസികൾ. തെരുവുനായ പേടിയിൽ നാട് വിറങ്ങലിക്കുമ്പോൾ ഐരവൺകാർക്ക് പറയാനുള്ളത് ജൂലി എന്ന തെരുവുനായയുടെ സ്നേഹത്തിൻ്റെ കഥകൾ മാത്രമാണ്. ജൂലിയെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഓർമ്മകളാണ് വിടുത്തുകാർക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നായക്കുട്ടി ഈ ഗ്രാമത്തിലേക്ക് എത്തി. എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ നാട്ടുകാർക്കറിയില്ല. ആരോ ഉപേക്ഷിച്ചതാകാം. കുറഞ്ഞ സമയം കൊണ്ട് ആ നായ സ്നേഹത്താൽ നാട്ടുകാരുടെ ഹൃദയം കീഴടക്കി. പ്രിയപ്പെട്ടതായി മാറിയ നായ്ക്കുട്ടിക്ക് നാട്ടുകാർ ഒരു പേരും നൽകി, ജൂലി. 2 ദിവസം മുൻപ് അസുഖബാധിതയായ ജൂലിയെ കാണാതായി. പിന്നീട് നാട്ടുകാർ കണ്ടത് ജീവനില്ലാത്ത ജൂലിയെയാണ്. ജൂലി എന്ന തെരുവുനായ നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് ഈ ഫ്ലെക്സ് ബോർഡുകൾ പറയും. മറ്റു തെരുവ് നായ്ക്കളിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ് ജൂലി. അതുതന്നെയാണ് ജൂലിയെ നാട്ടുകാരുടെ പ്രിയങ്കരിയാക്കിയത്. നമ്മളെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇവിടെ വന്നത്. അന്ന് 6 മാസം പ്രായമേ ഉള്ളായിരുന്നു. അന്ന് എൻ്റെ സുഹൃത്ത് രമണൻ, അദ്ദേഹം നമ്മുടെ അന്നത്തെ ഇവിടുത്തെ ഒരു മൃഗസ്നേഹിയായിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, ജൂലി, സിസിലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറാണ് അവർക്ക് പേരിട്ടതും അവർക്കൊരു തുടലൊക്കെ കൊടുത്തത്. അതിനുശേഷം നമ്മുടെ പ്രദേശത്ത് എല്ലാ വീട്ടുകളിലും പോകുമായിരുന്നു. ആർക്കും ഒരു ശല്യമില്ല. ആരെങ്കിലും കൊടുത്താൽ കഴിച്ചില്ല അവിടെ തിരിച്ചു പോരും. കുഞ്ഞുങ്ങൾക്ക് പോലും യാതൊരു ശല്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഒരു 4 വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ് ഞാൻ അതിന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ 4 ദിവസമായിട്ട് അവളെ കാണാനല്ല. വയറ്റിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം പിന്നെ അവളെ കണ്ടില്ല. ഇന്നലെ ഞാൻ വേറെ ആളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾ ഇന്നലെ മരിച്ചുപോയി, ഇങ്ങനെയാണ് പ്രശ്നമാണെന്നുള്ള അറിയാൻ നമുക്കറിയാൻ പറ്റുന്നു. ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു മൃഗമായിരുന്നു. ആർക്കും ഒരു ശല്യമില്ലാത്ത, കുഞ്ഞുങ്ങൾക്ക് പോലും ശല്യമില്ലാത്ത ഒരു ജീവിയായിരുന്നു അവൾ. അതുപോലെ തന്നെ എനിക്ക് വലിയ ദുഃഖമുണ്ട്. എല്ലാ വീട്ടിലും ജൂലി പതിവായി എത്തും. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, സ്നേഹം മാത്രം. നല്ല വീടുകളും വരുമായിരുന്നു. നല്ലൊരു പട്ടിയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നമ്മളെ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ കേൾക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു പട്ടിയായിരുന്നു. പോയത് വിഷമമുണ്ട്, ആരെയും ഒന്നും ചെയ്യത്തില്ല. ജൂലി നാട്ടുകാർക്ക് ഒരിക്കലും ഒരു ശല്യമായി മാറിയിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണം ജൂലിക്ക് നൽകാൻ നാട്ടുകാർക്ക് സന്തോഷം മാത്രം. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വിശേഷ ഗുണമുള്ള ഒരു പട്ടിയാണ് ജൂലി എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് അവൾ ഏതാണ്ട് 6 വർഷത്തോളമായി. 2018 വെള്ളപ്പൊക്കത്തിന് ഇവിടെ വന്നാണ്. രമണൻ പറഞ്ഞ ആളിന്റെ വീട്ടിൽ വന്ന് അഭയം തേടി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരുമായിട്ട് വളരെ സഹകരണബോധമുള്ള ഒരു പട്ടിയാണ്. ആരെ ഉപദ്രവിക്കത്തില്ല, കുരയ്ക്കത്ത് പോലുമില്ല. ഒരു പട്ടിയെന്ന് പറയാൻ ഒക്കത്തില്ല, അതുപോലെ നല്ലൊരു ജീവിയായിരുന്നു. മൃഗവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ജൂലി എന്ന തെരുവുനായ. ജനം, പത്തനംതിട്ട.